അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്രംപ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച, ഈ വാറിന്റെ ചർച്ച ഏകദേശമൊക്കെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 ദിവസത്തേക്ക് ഈ വാർ ഒന്ന് സീസ് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. ഫയറിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതേ സമയം തന്നെ ഇറാന്റെ പ്രതിനിധികൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല, അങ്ങനെ ഒരു ടോക്കേ നടന്നിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കക്ക് ഈ വാർ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി തടിയൂരി പോകണം. അതിന് എന്തെങ്കിലും ഒരു ഉപാധി കയ്യിൽ കിട്ടാൻ വേണം. വാർ ഒബ്ജക്റ്റീവ് ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാർ ഒബ്ജക്റ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ വാർ നിർത്തി പോവായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാധനമേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന് ഊരാൻ പറ്റുന്നില്ല. ഒരു 4-5 ദിവസം നിന്നുകാണ്ട് ഒരു 4 ബോംബൊക്കെ ഇട്ട് ഇവരൊന്ന് മൊത്തത്തിലൊന്ന് ശിഥിലമാക്കിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് മുങ്ങാന്നുള്ളൊരു ലെവലിലാണ് ഈ പരിപാടി തുടങ്ങിയെന്നുള്ളതാണ് ബേസിക്കലി തോന്നുന്നത്. പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്ന ഇറാന് തലയില്ലെങ്കിലും ശരീരം നിന്ന് പോരാടുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഇവര് ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരു തലത്തിലും ഇവര് ഫോർകാസ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇറാന് എങ്ങനെയായിരിക്കും ഹോർമോസ് കടലിടുക്കിനെ യൂസ് ചെയ്യുന്നതും ഇറാന് എന്ത് വാർ സ്ട്രാറ്റജി, എക്കണോമിക്കൽ വാർ സ്ട്രാറ്റജി എന്ത് ഉപയോഗിക്കും എന്നുള്ളതിനെ കുറിച്ചും ഇവര് സത്യത്തില് ഫോർകാസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇറാന് വളരെ ഈസി ആയിട്ട് ഇതിനൊരു സാമ്പത്തിക യുദ്ധമാക്കി മാറ്റാനും ഏകദേശം ഒരു ഗ്ലോബൽ വാറാക്കി മാറ്റാനും ഇതുകൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചപ്പോഴോ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചപ്പോഴോ ഈ ലിബിയനെ ആക്രമിച്ചപ്പോഴോ ഇങ്ങനെ ഇവിടെ നിന്നും അറ്റാക്ക് നടത്തിയ സമയത്ത് ആ രാജ്യങ്ങൾക്ക് പണി കിട്ടിയെന്നുള്ളതിന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാല് ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ വേറെ ഏതെങ്കിലും തരത്തിൽ അഫക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ആദ്യമായിട്ട് ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലേക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഏഷ്യൻ കൺട്രീസിനെങ്കിലും വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു വാറ് ആദ്യമായിട്ടാണെന്നുള്ളതാണ്. ഇത് ഫോർകാസ്റ്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റിയില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ. അപ്പോ ഇങ്ങനെ ഈ 5 ദിവസത്തേക്ക് നമ്മൾ ഒരു സീസണിലോട്ട് പോവുകയാണെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെഹ്റാന്റെ പരിസര പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇത് 1 hour മുന്നേ വന്നിട്ടുള്ള ഒരു വാർത്തയാണത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലുനാറ്റിക് ആയിട്ടുള്ള മണ്ടൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ലോകരാജ്യങ്ങൾ വിശ്വസിക്കും? പുള്ളി പറയുന്ന ഏതെങ്കിലും ഒരു പ്രോമിസ് വിശ്വസിച്ച്, അമേരിക്ക പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം വിശ്വസിച്ച് ഒരു രാജ്യത്തിനും ഒരു നടപടിയും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് സത്യത്തിൽ അമേരിക്കനെ മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ മേജർ പോയിന്റ്. അൺപ്രഡിക്റ്റബിൾ ആണ്, നമ്പാൻ കൊള്ളത്തില്ല എന്നുള്ള ലെവലിലേക്ക് അമേരിക്കനെ കൊണ്ടെത്തിക്കാൻ എന്ത് പറ്റി? ഈ വാറിലൂടെ ഇറാന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോ ഈ പറയുന്ന ഇറാന്റെ ചുറ്റുപുറമുള്ള ഈ ഒപ്പക് കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ സ്ഥലത്തും അമേരിക്കയുടെ ബേസ് ഉണ്ട്. എന്താണ് ആ ബേസ് വെക്കുന്നതിന്റെ കാരണം? നിങ്ങള് ഓയിൽ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ അത് US$ വിറ്റോ, പകരം ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്ക് അവിടെ മിലിറ്ററി ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലം തന്നാൽ മതി, നിങ്ങൾക്ക് വരുന്ന എക്സ്റ്റേണൽ അറ്റാക്കുകളെല്ലാം ഞങ്ങൾ ചെറുത്തോളാം എന്നാ പറയുന്നത്. ഇപ്പൊ എവിടെ? ഇവര് ചെറുത്തോളാം എന്ന് പറഞ്ഞ് ഇവര് സെറ്റ് ചെയ്തിട്ടുള്ള മിലിറ്ററി ബേസിസിലേക്കാണ് ബേസിക്കലി ഈ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രസൻസ് ആണ് ആ അറ്റാക്ക് കിട്ടാനുള്ള ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഉള്ള ഒരു കാരണം എന്നും കൂടെ ഉള്ളതാണ് ഇതിന്റെ രസകരമായിട്ടുള്ള കാര്യം. അല്ലാതെ മിഡിൽ ഈസ്റ്റ് അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്തിട്ടോ ഈ പറയുന്ന സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAE ഖത്തറോ ഒമാനോ ഒന്നും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല ഇങ്ങോട്ട് മിസൈൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏക റീസൺ? അമേരിക്കക്ക് അവിടെ ബേസ് ഉണ്ട്, ആ ബേസിലുള്ള സ്ഥലം കൊടുത്തതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിധത്തിലൊക്കെ കൂട്ടുകൂടിയാലും പ്രശ്നം, കൂട്ടുകൂടിയില്ലെങ്കിലും പ്രശ്നം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ട്രംപ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇറാനില് അറ്റാക്ക് നടത്തിയെന്നുള്ളതാണ്. അതിലും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇറാന്റെ ഏകദേശം ഒരു 90% അല്ലെങ്കിൽ 80% അവരുടെ ഫയർ ആർട്ടിലറി ഒക്കെ ഇവർക്ക് നശിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവരുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. ഇതേ സമയത്താണ് ഈ ഇന്ത്യക്ക് തൊട്ട് താഴെ, ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും കുറച്ച് തൊട്ട് താഴെയായിട്ട് ഇന്ത്യന്റെ മൂക്കുന്നുഞ്ചത്ത് കിടക്കുന്ന ഈ പറയുന്ന ഡിയോഗ്രാഷ്യ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിലോട്ട് എന്ത് ചെയ്തത്, ഇറാന് മിസൈൽ അറ്റാക്ക് നടത്തിയത്, ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് നടത്തിയത്. ഏകദേശം 3500-4000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇറാൻ എന്നാ പറയുന്നത്.
അപ്പൊ 90%ഉം ഇറാൻ മിലിറ്ററിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ടാ ഇവർ ഈ സാധനം വിട്ടേ? ഇവർ ആകാശത്ത് കൊണ്ടുപോയി വെച്ചതായിരുന്നു, അവിടെ നിന്ന് അങ്ങ് വിടുകയാണോ ചെയ്തത്? അല്ല. അപ്പൊ ഇവർ പറയുന്ന അവകാശവാദങ്ങളെ ഒന്നും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഇത് മാറി എന്നുള്ളതാണ്. ലോകത്ത് അമേരിക്ക നടത്തിയിട്ടുള്ള എല്ലാ വാറിലും ആളുകളെ കൊല്ലാൻ അവർക്ക് പറ്റി. നമ്പർ ഓഫ് ആൾക്കാർ മരിച്ചതിന്റെ ഒരു ബാലൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇംബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കാണാം. അമേരിക്കൻ പക്ഷത്ത് ഏകദേശം 3000 ആൾക്കാർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പക്ഷത്ത് ഏകദേശം 3 ലക്ഷം ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആളുകളുടെ മരണം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിലെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തെളിയിച്ചതും അമേരിക്ക തന്നെയാണെന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറി, വിയറ്റ്നാമിൽ നിന്ന് പിന്മാറി, ഇറാഖിൽ നിന്ന് പിന്മാറി, ലിബിയ, ഇവര് നടത്തിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനും അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് അതിനെ നശിച്ച് നാറാണക്കല്ല് എടുക്കുന്ന ലെവലിലേക്ക് മാറ്റാനല്ലാണ്ട് ഒരു ഭരണം അവിടെ മാറ്റി അവിടെ പുതിയൊരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് പുതിയ അവകാശവാദമായിട്ട് ട്രംപ് വരുന്നത്. 5 ദിവസത്തേക്ക് നമ്മൾ സീസ് ഫയർ ആണ്. 5 ദിവസത്തേക്ക് സീസ് ഫയർ ഒന്നും ഉണ്ടാവില്ല. അത് ഓൾറെഡി ലംഘിച്ച് കഴിഞ്ഞു ഇസ്രായേലിന്റെ സ്വപ്നം, ഇസ്രായേലിന്റെ എന്താ പറയാ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ഗ്രേറ്റർ ഇസ്രായേലാണ്. ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസെന്റ് വോയിസ് ഒരെണ്ണം പോലും ആ റീജിയനിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അത് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം കൂടിയാണ്. അപ്പൊ ഇതെല്ലാം കൂടെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇസ്രായേലിനെ ഒരു തരത്തിലും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്കെല്ലാം അറിയാം എന്തിനാണ് ബേസിക്കലി അമേരിക്ക ഈ അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളത്. അത് ഖത്തർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അമേരിക്ക ഒന്നും അല്ല ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ബേസിക്കലി അതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ആരാ? അത് ഇസ്രായേൽ ആണെന്നുള്ളത് ഇവർക്ക് അറിയാം. ഇസ്രായേലാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് അറിയാം. ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഈ പണി എടുക്കുന്നത് എന്നുള്ളതും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലുള്ള ഒരു രാജ്യങ്ങളും അമേരിക്കക്ക് സപ്പോർട്ടായിട്ട് വരാത്തത്. മറ്റേത് അമേരിക്ക വേറെ ഏതെങ്കിലും രാജ്യത്തിന് അറ്റാക്കിന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമേരിക്ക അവിടെ എത്തുന്നതിന്റെ പുറകെ തന്നെ വാലെ തൂങ്ങിയിട്ട് നാറ്റോ രാജ്യങ്ങളും അവിടെ എത്തേണ്ടതാണ്. പക്ഷെ ഇറാനിലോട്ട് അത് വരുന്നില്ല. അതിന് അവർക്ക് അവരുടേതായ വേറെ പല റീസൺസ് ഉണ്ട്. അവർക്ക് വേണ്ട ഓയില്, ഗ്യാസ്, ഈ സകല സാധനങ്ങളും അവർക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവർക്ക് ഉണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള പ്രശ്നം വരെ നമ്മളോട് ഇടപെടാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നുള്ള കാര്യം കൂടെ അവർക്ക് അറിയാം എന്നുള്ളതും കൂടെ അതിന്റെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് അവരത് ഇടപെടാത്ത എന്നുള്ളതും കൂടെ ഉണ്ട്. പിന്നെ എന്ത് ഒബ്ജക്റ്റ് വെച്ചിട്ട് അവരൊരു വാറിന് പോകുന്നത്? പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ? അതായത് ഈ ഓയിലിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഈ ഒപെക് രാജ്യങ്ങളും തമ്മിൽ ഒരു സൈലന്റ് വാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്ക പല സമയത്തും ഈ ഓയിലിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാനുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ട് പല കളികളും കളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഈ കാലഘട്ടം വരെ നിലനിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് അമേരിക്കയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റേറ്റും ഈ ഒപെക് രാജ്യങ്ങളിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓയിൽ ഡിഗ് ഔട്ട് ചെയ്യാനുള്ള പ്രൈസും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിനെ മറികടക്കാൻ ഇന്നേ വരെ അമേരിക്കക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓയിൽ പ്രൈസിനെ കൺട്രോൾ ചെയ്യാൻ അമേരിക്കക്ക് ഇതുവരെ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പോ ഈ ഓയിൽ പ്രൈസിനെ കൺട്രോൾ ചെയ്യാൻ അമേരിക്കക്ക് പറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കലി ഈ പറയുന്ന ഒപെക് രാജ്യങ്ങളിലെല്ലാം ഉള്ള ഓയിൽ പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവണം. അവർക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് വരണം. അങ്ങനെ ആ ലെവലിലേക്ക് എത്തിച്ചിട്ട് ലോകത്തിലേക്കുള്ള ഓയിൽ സപ്ലൈന്റെ ഒരു വലിയ മെജോറിറ്റി ഭാഗം അമേരിക്കയുടെ കയ്യിലോട്ട് എത്തുകയും കൂടെ വേണം എന്നുള്ളതാണ്. നമ്മൾ സൂക്ഷ്മമായി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കളികൾ കൂടെ ഇതിനകത്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇറാനെ ഒരു കരുവാക്കി നിർത്തിയിട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ ഈ തരത്തിലുള്ള ചില ആർഗ്യുമെന്റ്സും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാം എന്നുള്ളതാണ്. പക്ഷെ അത് ആസച്ച് അങ്ങനെ അങ്ങ് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഒരുപാട് പ്ലാനിങ്ങും ഒരുപാട് കാര്യങ്ങളിൽ കൺട്രോളുള്ള, ഒരുപാട് കാര്യങ്ങളിൽ റിസർച്ചും ഒരുപാട് കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്കറിയാം ഇതുപോലെ തന്നെ വന്നൊരു സംഭവമാണ് ട്രംപിന്റെ ഈ പറയുന്ന 50% അല്ലെങ്കിൽ 100% നികുതി ഏർപ്പെടുത്തുന്ന പറഞ്ഞൊരു കാര്യം. ഇത് നടപ്പിലാവത്തില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ലോകത്ത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, അമേരിക്കയുടെ ഏത് വിധത്തിലും ഈ പറയുന്ന രീതിയിലുള്ള ടാക്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിധേയപ്പെടുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ട്രംപിന്റെ മണ്ടൻ തീരുമാനങ്ങൾ, അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ട്രംപിന്റെ മണ്ടൻ തീരുമാനങ്ങളായിട്ട് കാണുന്ന ചില കാര്യങ്ങളൊക്കെ
അത് മണ്ടൻ തീരുമാനങ്ങളല്ല, അത് വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ നിന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് വളരെ ജാഗ്രതയിലൂടെ തന്നെയാണ് ഒപെക് രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ വാർ നടക്കുന്ന സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാന്നല്ലാണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള റിട്ടാലിയേഷനും ഇറാനെതിരെ ഉണ്ടാവുന്നില്ല എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ പറ്റും. ചില പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ വരും എന്നല്ലാണ്ട് വേറൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു എനർജി വാറായിട്ട് മാറിക്കഴിഞ്ഞു ലോകത്ത് എന്നുള്ളതാണ്. അമേരിക്ക പറഞ്ഞത് ഇനി അടുത്തത് ഈ പറയുന്ന ഇറാന്റെ എനർജി സെക്ടറുകൾ ആക്രമിക്കുന്നുള്ളതാണ്. ഇറാന്റെ എനർജി സെക്ടറുകൾ എങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ സൗദിയുടെയും ഖത്തറിന്റെയും UAE ഒക്കെ ഉള്ള വാട്ടർ ശുദ്ധീകരണശാലകളായിരിക്കും ഇറാൻ ആദ്യം പോയി അറ്റാക്ക് ചെയ്യുക. വെള്ളമില്ലാണ്ട് വലയും ആ രാജ്യങ്ങളിലുള്ള ആൾക്കാരെന്നുള്ളതാണ്. മാത്രമല്ല ഇവരുടെ ഓയിൽ പ്രൊഡ്യൂസിങ് പ്ലാന്റുകളിലേക്കും ഗ്യാസ് പ്രൊഡക്ഷൻ പ്ലാന്റുകളിലേക്കൊക്കെ ഇറാൻ ആക്രമണം നടത്തിയും ഇവർ തരിപ്പണമാവുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും എന്നുള്ളതാണ്. അപ്പോ ചെറിയ യുദ്ധമല്ല ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഒരു ബുദ്ധിയില്ലാത്ത ഒരു പൊട്ടൻ വന്ന് നടത്തുന്ന യുദ്ധം അല്ല ഈ ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.